ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ബിജു. ഈ സ്ഥലം രാമച്ചി കേളകം പഞ്ചായത്ത്. കഴിഞ്ഞ ദിവസം ഈ ഒരു ഭാഗത്ത് നിന്നല്ലേ പുലിയെ കണ്ടത്? ഇവിടുന്ന് തന്നെയാണ് കണ്ടത്. ക്യാമറയെ പതിഞ്ഞല്ലേ? ക്യാമറ പതിഞ്ഞു. ചേട്ടൻ ഇവിടെ റബ്ബർ ടാപ്പ് ചെയ്യുന്ന ആളാണോ? റബ്ബർ എനിക്ക് അതിൻ്റെ തൊട്ടപ്പുറത്ത് എനിക്ക് സ്ഥലമുണ്ട്, 2 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്ന ഒരാളാണ്. എന്താണ് ഇപ്പം നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു പേടിയായി കാണുമല്ലേ ഇതൊക്കെ? മൊത്തത്തിൽ പേടി തന്നെയാണ്. എന്നുവെച്ചാൽ ഭയത്തോട് കൂടി തന്നെയാണ്. എന്താ വെച്ചാൽ ഇപ്പം പുലിയുടെ സാന്നിധ്യം ഇവിടെ DC ക്യാമറ കണ്ടതോട് കൂടിയിട്ട് നമുക്കും ഭയങ്കര ഭയമായി തുടങ്ങി. ഇപ്പം മുമ്പ് എല്ലാத்தைയും വാർത്ത വന്നല്ലോ, അത് കണ്ടതോടുകൂടി നമുക്കും ഭയമായി തന്നെ. നമുക്കിപ്പോൾ പോകാനും പിടിക്കാനും ഒക്കെ നമുക്ക് പണിയെടുക്കാതിരിക്കാൻ, നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റുമല്ലോ. നമ്മുടെ ഉപജീവന മാർഗ്ഗമാണ് ഈ റബ്ബർ എന്ന് പറഞ്ഞാൽ. റബ്ബറും കശുമാവുമാണ് ഇവിടെ മെയിനായിട്ടുള്ള ആദായം ഉള്ളത്. വേറെ ഒരു ആദായം നമുക്കില്ല. മറ്റുള്ള ആദായം നമുക്കിവിടെ കപ്പയോ ചേനയോ ചേമ്പോ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്കിവിടെ കുഴിച്ചു വെക്കാനോ നമുക്കത് എടുക്കാനോ പറ്റില്ല. റബ്ബറും കശുമാവും ആകുമ്പോഴേ പിന്നെ അങ്ങനെ ഒരു ശല്യം വരുന്നില്ല. റബ്ബറാണെങ്കിൽ ഒരു വർഷത്തിൽ ഇത്ര സമയത്ത് ചെയ്യാം. ഒരു 3 മാസത്തിനുള്ളിൽ നമുക്ക് റബ്ബർ പാല് കിട്ടുന്നില്ല. 3 മാസം കഷ്ടിച്ച് ആ 3 മാസം നമുക്ക് വരുമാനം കിട്ടുന്നുള്ളൂ. ഈ 3 മാസം വരുമാനം നമ്മൾ ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ വരുമാനം ഇല്ലാണ്ടായി പോയെന്നേ. പിന്നെ മഴ വന്നു, മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു മാർഗ്ഗവും ഉണ്ടാവില്ല. ഈ 3 മാസം കൊണ്ട് നമ്മൾ പരമാവധി റബ്ബർ വെട്ടി എടുത്ത് ആ വരുമാനമാണ് നമ്മുടെ ജീവിതമാർഗ്ഗം ഉണ്ടാക്കുന്നത്. പിന്നെ മഴക്കാലത്ത് നമ്മൾ അതൊന്നും തികയൊന്നുമില്ല. റബ്ബറിൻ്റെ ഈ ഇത് വെച്ച് നോക്കുമ്പം നമുക്കൊന്നും തികയുന്ന ഒന്നും അല്ല. ചേട്ടനൊക്കെ രാവിലെ എത്ര മണിയാണല്ലോ ഇതിൽ നടന്നു പോകുന്നത്? ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ രാത്രി ഒരു നേരം വെളുപ്പിയ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ പോകുമായിരുന്നു. ഒരു 4 മണി സമയത്തോടു കൂടി പോകുമായിരുന്നു. ഇപ്പം ഈ വർഷം തൊട്ട് നമ്മൾ ആളുകളെല്ലാം പറഞ്ഞിങ്ങനെ അതുപോലെ തന്നെ കടുവയുടെ സാന്നിധ്യം 2 പ്രാവശ്യം ഇവിടെയൊക്കെ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നേരം വെളുത്തിട്ട് പോയാൽ മതി, രാത്രി പോകണ്ട. രാത്രി പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതെന്ന് വെച്ചാൽ എന്തെങ്കിലും പറ്റിയാൽ തന്നെയാണേലും ആരും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഇപ്പം നേരം വെളുത്തൊരു 5-5:30 ആകുമ്പോഴേക്കും പോകാം. 5:30 ആകും. പോയില്ലെങ്കിൽ നടക്കൂല. എന്നാൽ വെച്ചാൽ 10-300 മരം വെട്ടി തരണമെങ്കിൽ 3 മണിക്കൂർ വേണം. ഈ 3 മണിക്കൂർ കൊണ്ട് നമ്മൾ 10-300 മരം വെട്ടി കഴിഞ്ഞാൽ അതുപോലെ ബുദ്ധിമുട്ടാണ്. എന്നാൽ വെച്ചാൽ ഒരു വെള്ളം പോലും കുടിക്കാതെ ഈ 300 മരം നമ്മൾ വെട്ടുന്നത്. വെള്ളം കുടിക്കാൻ സമയം പോയാൽ നമ്മുടെ സമയം പോകും. നമ്മൾ 9-9:30 ആകുമ്പോഴേക്കും നമുക്ക് വെട്ടിത്തീർക്കാം. വെയിലായി കഴിഞ്ഞാൽ വെട്ടിയിട്ട് ഒരു തുള്ളിപ്പാൽ പോലും വീഴുകയില്ല. അതുകൊണ്ട് നമ്മൾ പരമാവധി നമ്മൾ നേരത്തെ പോകാനേ നോക്കുകയുള്ളൂ. അപ്പം രാത്രിക്ക് പോകുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ രാത്രിക്ക് പോകുന്നത്. രാത്രിക്ക് പോകണമെങ്കിൽ നമുക്ക് നേരം ഒരു 8 മണിയാകുമ്പോഴേക്കും നമുക്ക് വെട്ടിത്തീർക്കാം. വെട്ടിത്തീർക്കുമ്പോൾ നമുക്ക് പാല് കൂടുതൽ കിട്ടും, ഉൽപ്പന്നം കൂടുതൽ കിട്ടും. അതുകൊണ്ട് ഈ രാത്രിക്ക് പോകുന്നത്. അല്ലാണ്ട് നമുക്ക് രാത്രിയിൽ ഇതായിട്ട് പോകുന്നതല്ല. നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ ഇതിൻ്റെ ഈ സ്ഥലത്ത് നിന്ന് എൻ്റെ സ്ഥലമാണ് അപ്പുറം. ഞാൻ അന്ന് ഈ പുലിനെ കാണുന്ന അന്ന് ഞാൻ ഈ റബ്ബർ വെട്ടാൻ പോയതാ. ഇവര് ക്യാമറ കണ്ടുകൊണ്ട് അറിഞ്ഞു. ക്യാമറയിൽ വന്നുകൊണ്ട് ഇങ്ങനെ അറിഞ്ഞു. ഞാൻ റബ്ബർ വെട്ടി കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഭാര്യയും കൂടെ റബ്ബർ വെട്ടും കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഇതേ സ്ഥലത്ത് വരുമ്പോഴാണ് ഇവിടെ പുരുഷന്മാർ അത് ആൾക്കാരും ഒക്കെ നിൽക്കുന്നു. എന്നാ സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇതുപോലെ പുലിനെ ആ ക്യാമറ കണ്ടു. ആ ക്യാമറ കണ്ടപ്പോഴാണ് ഞാനും എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. ക്യാമറ കണ്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് നമ്മളിതിനെക്കുറിച്ച് അറിയുന്നത്.